ഡിവൈഡ് ഇൻ ടു 10,000. ഹൗ മച്ച് ഇറ്റ് സ്മോൾ? അതാണ് നമ്മുടെ സൈസ്, ആത്മാവിൻ്റെ സൈസ്. അത് ഈ കിടക്കുന്നത് കൊണ്ടാണ് ശരീരത്തിലുള്ള ഈ വ്യത്യാസങ്ങളെല്ലാം കാണിക്കുന്നത്. സംസാരിക്കുന്നതും എന്ത് ചെയ്യുന്നതും എന്ത് കഴിക്കുന്നതും എന്നൊന്നുമില്ല. അത് പോയി കഴിയുമ്പോഴേ ദേഹത്തെ വെടിഞ്ഞും കൊണ്ട് ദേഹിയങ്ങു പോകും നേരം ദേഹമങ്ങ് ദേഹിയങ്ങ് നിന്നുടെ മോഹങ്ങളങ്ങ്. ആത്മാവിന്റെ ശരീരത്തിലിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാണ്. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ ദേഹത്തെ വെടിഞ്ഞുകൊണ്ട് ദേഹി അങ്ങ് പോകുമ്പോഴേ എന്താണ് പോകുന്നത്? പണ്ട് ഇപ്പൊ ചത്തുപോയി എന്ന് പറഞ്ഞാൽ ചത്തുപോയി എന്നല്ല, സത്തുപോയി സത്തുപോയിയാണ്. സത്തുപോയി എന്ന് പറഞ്ഞാൽ ചത്തുപോയി ആയി. നമ്മളെല്ലാം സത്തുപോയി. അത് പോയി. എവിടെ പോയി? എങ്ങനെ പോയി? അതിനെപ്പറ്റിയുള്ള വിവരമാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ട്. എന്റെ ഭാവി എന്താണ്, പിന്നെ വർത്തമാനത്തിൽ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വർണ്ണിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളാണ് എല്ലാത്തിൻ്റെയും അധ്യക്ഷത ഭഗവാനാണ് മനസ്സിലാക്കുന്നത്. ഇനി മത്വാഭരത്തെ മാം ഉദാഭാവ സമയം